അങ്ങനെ കുറേ ദിവസങ്ങൾ പിന്നിടുകയാണ് ഫോൺ എടുത്തിട്ട്. പക്ഷേ എനിക്ക് കാര്യമായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റിൻ്റെ പ്രശ്നമുണ്ട്, വൈഫൈയും അതിലും പ്രശ്നമുണ്ട്. എന്താണ് എന്നറിയില്ല. ഇനിയും BSNLകാരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറുമ്പം പ്രശ്നം ഉണ്ടാകുമെന്നാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, ശരിയായി വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷനാവണ്ട എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞ നാളെ പെരുന്നാളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇപ്പം പെരുന്നാളിൻ്റെ സമയമാകുന്നു, നോമ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയ ഒരു മനുഷ്യരായി മാറുന്നൊരു ടൈമാണ്. അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ 2 ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്ത് ആ ദിവസം വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതി. എന്തായാലും നമ്മൾ ഒന്ന് കരുതുക, എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് എങ്ങനെ വേണേലും അവരുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ച് ചിന്തിക്കാം. എന്തായാലും ഒരു ശക്തി ഉണ്ട് എന്നതിൽ ഞാനതിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്ന ആളല്ല. ഏത് ശക്തിയെ വിശ്വസിക്കുന്ന അത് അവരവരുടെ ഇഷ്ടം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനിയന് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അപ്പം പെരുന്നാളെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവന് ഫാമിലിക്കും നല്ല ഫുഡാണ് പ്രധാനമായിട്ട്. അപ്പം ഈ പെരുന്നാളിന് ഈ നോമ്പ് തുടങ്ങിക്കഴിയുമ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് വിളിക്കാവുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലരുണ്ട്, എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ട്, നോമ്പ് എടുക്കുന്നവരുണ്ട്. അത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് എന്നല്ലാതെ നോമ്പെടുക്കുന്നവരുണ്ട്. നല്ല കാര്യമാണ്, പറ്റുന്നവർ ചെയ്യണം എന്നാണ്. എനിക്കും ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ എടുക്കണം. ഒരു ദിവസം നമുക്ക് കഴിയുന്നത്ര അത് നിലനിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലേ, അത് അങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുമുണ്ട്. അതെല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നോമ്പ് ഇത്രയും ദിവസം വെച്ചിരിക്കുന്നത് എന്നതിലും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും ഞാൻ പറയാനുള്ള അറിവില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇതെല്ലാം മനുഷ്യർക്ക് നന്മ വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മതവും പറയുന്നതും, എല്ലാ മതത്തിലെ ഈശ്വരനും പറയുന്നതും മനുഷ്യരുടെ മനസ്സും ശരീരവും ശുദ്ധമാകണം എന്നാണ്. അതുകൊണ്ടാണ് എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് ഈ നോമ്പ് എന്നുള്ളത്. പിന്നെ കുറച്ച് കട്ടിയായിട്ട് ഉള്ളത് എന്ന് പറയുമ്പം പെരുന്നാളുമായി ബന്ധപ്പെട്ട നോമ്പാണ്. അപ്പം നാളെ പെരുന്നാളാകുമ്പം ഇന്നെല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഇപ്പം ഇത്രയും ദിവസത്തിനുള്ളിൽ എല്ലാവരും ഡ്രസ്സ് എടുപ്പൊക്കെ കാണില്ല. പെരുന്നാൾ പൊടി എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രാവശ്യം കുറേ വേണ്ട, അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, വേണ്ട. അപ്പം ഫീസ് ഒരു പ്രാവശ്യം കൊണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി ഫീസ്? അപ്പം പറഞ്ഞു, പെരുന്നാൾപ്പൊടി കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ്? അപ്പം പറഞ്ഞു, പെരുന്നാളാകുമ്പോൾ ബന്ധുക്കളൊക്കെ വരും, അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ പൈസയൊക്കെ കൊടുക്കും, ഫുഡോ ഡ്രസ്സോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പൈസയൊക്കെ എല്ലാവരും കൊടുക്കുന്ന സമയമാണല്ലേ. നമുക്ക് എല്ലാ വീടുകളിലും ഈ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു എല്ലാ വീടുകളിലും ഇങ്ങനെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇതിൽ നമ്മൾ പഴനിക്കൊക്കെ പോകുമ്പം ഭിക്ഷയാചിച്ച് പോകണം എന്ന ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങളും പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്ര വീടുകളിൽ നമ്മൾ കയറി ഭിക്ഷയാചിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേപോലെ ഇല്ലാത്ത ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലേ, ഇങ്ങനെ ഈ ഒരു ടൈമിൽ ഈ വീടുകളിൽ വരുന്ന ഒരു പതിവുണ്ട്. അവർക്കറിയാം ഇന്ന വീടുകൾ ഇന്ന മതത്തിലുള്ളവരാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവർ വരുന്നതും നമ്മളെന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതും ആ ഒരു ദാനം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ലാസ്റ്റ് വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പം
വലിയ വലിയ എന്താണ് അവിടെ നടക്കുന്ന അറിയില്ല, പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ആ മതത്തിൽപ്പെട്ട എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിന് എന്താണ് അതിൻ്റെ വിശേഷം എന്നെനിക്കറിയില്ല, എങ്കിലും വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച. അപ്പം ലാസ്റ്റ് വെള്ളി കഴിഞ്ഞു അല്ലേ. ആ ഒരു ചെറിയ ഒരു ദിവസത്തിൻ്റെ ഒരൊറ്റ ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് ഇന്നലെ വെള്ളി, ഇന്ന് ശനി, നാളെ ഞായർ. അപ്പം അങ്ങനെ പെരുന്നാളും എത്തിയിരിക്കുന്നു. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് മൈലാഞ്ചി ഇടൽ അല്ലേ. പിള്ളേരെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് ബന്ധുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പോയി ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാം. ചില സമയത്ത് ഈ നോമ്പിൻ്റെ മാസം കയറി ഇറങ്ങിയൊക്കെ വരുമല്ലോ. അപ്പം ചില സമയത്തൊക്കെ ഈ ഓണ സമയത്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 10ൻ്റെയൊക്കെ പരീക്ഷ കഴിഞ്ഞല്ലോ. കൊച്ചുകുട്ടികളുടെ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വർഷം അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ടൈമിൽ, അതായത് 2 വർഷം മുമ്പ് എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന സമയത്തും ഇതുപോലൊരു നോമ്പിൻ്റെ സമയമായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം നമുക്കെല്ലാവർക്കും അറിയാം, നല്ല തിരക്കാണ് എല്ലായിടവും, ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര ചിലവാണ്. അപ്പം എന്തായാലും ഇത്രയും ദിവസം എല്ലാവരും നോമ്പൊക്കെ പിടിച്ച്, ചിലർക്കൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത വർഷം നോമ്പ് ഫുള്ള് പിടിക്കാം എന്ന് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കുക. പ്രാർത്ഥനയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സും ശരീരവും ഇപ്പം ഫ്രഷായിട്ടിരിക്കുകയാണ്. അപ്പം ഫ്രഷായതിനെ നമ്മൾ ആ ഒരു പരിശുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ഇനി അടുത്ത വർഷം അടുത്ത പ്രാവശ്യത്തെ നോമ്പ് വരെ ആ ഒരു പരിശുദ്ധി മനസ്സിനും ശരീരത്തിനും ഉണ്ടാവണം എന്ന ചിന്തയുമായി മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നത്. ഇതെപ്പോൾ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തും എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറയാനുള്ളത് പറയുകയാണ്. ശരിയല്ലേ? ഓക്കെ.